വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മയക്കുമരുന്നിൽ ആർദ്രതയും ആത്മനിർവൃതിയും തേടിപ്പോകുന്ന ആധുനിക യുവതയുടെ നെറുകെട്ട ലോകത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരു വേദന സംഹാരിക്കും നമുക്ക് സമാധാനം നൽകാനാവുകയില്ല. മറിച്ച് നാം വേദന സഹിച്ചിരിക്കേണ്ട കാലങ്ങളുടെ നീളം കുറിച്ചു തരികയാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മയക്കുമരുന്നുകൾ നൈമിഷികമായ ആത്മരതിയും ആത്മസംതൃപ്തിയും നൽകുമ്പോൾ തന്നെ നമ്മുടെ സ്വത്വബോധത്തിലേക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ചിന്തകളുടെ വേരുകൾ പായിക്കുകയാണ്. ആ വേരുകൾ പിന്നീട് നമ്മുടെ നിലനിന്ന് തോന്നുന്ന എന്തിനേയും നശിപ്പിക്കുന്നതിലേക്ക് കൂടി ആഴ്ന്നിറങ്ങുന്നു. നമുക്ക് മുന്നിൽ തെയ്യക്കൊലം കെട്ടിയാടുന്ന ബാലകൗമാര യുവത്വങ്ങളിലേക്ക് മനുഷ്യവംശത്തിന്റെ നേർരേഖകൾ മുറിച്ചു കടക്കാൻ പഠിപ്പിക്കുന്ന പുതിയ രാസസൂത്രവാക്യങ്ങൾ സന്നിവേശിപ്പിക്കുന്നവർക്ക് ലാഭം മാത്രം മതി. അത് പണമായിട്ടുമാവാം, മനുഷ്യബന്ധത്തിന്റെ മൂല്യത്തകർച്ചയിൽ കണ്ടെത്തുന്ന ആത്മസംതൃപ്തി ആയിട്ടുമാവാം. രണ്ടായാലും അനുഭവവേദ്യമാകുന്നത് ആകെ തകർന്നു പോകുന്ന പുതിയ തലമുറയുടെ കെട്ടക്കാഴ്ചകളാണ്. അടുത്ത കാലത്തായി കേൾക്കുന്ന അക്രമ പരമ്പരകൾക്കും കൊലപാതകങ്ങൾക്കും വഴികാണിച്ചു നൽകുന്നത് മയക്കുമരുന്നും ലഹരി പാനീയങ്ങളുമാണ്. മയക്കുമരുന്നിന്റെ റൂട്ട് മാപ്പ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് രക്തബന്ധങ്ങൾക്കും ബന്ധങ്ങൾക്കും നൽകിയിരുന്ന കണക്കാക്കാനാവാത്ത വില നഷ്ടമായിരിക്കുന്നു എന്നതാണ്. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു. ഒരു കുടുംബത്തിലെ ഒരംഗം കുടുംബത്തിലെ ബാക്കി എല്ലാവരെയും കൊല്ലുന്നു. കൊലയാളികൾക്ക് എല്ലാവർക്കും ഒരേ നിറം. അവരുടെ കണ്ണുകളിൽ ആളിപ്പറന്നു നിൽക്കുന്ന മയക്കുമരുന്നിന്റെ നീലജ്വാലകൾ. അത് സിരകളിലേക്ക് പടർന്നാൽ അവർക്ക് മുന്നിൽ മാതാവും പിതാവും സഹോദരങ്ങളുമില്ല. സഹോദരിക്കും അമ്മക്കും കാമുകിയുടെയും ഭാര്യയുടെയും നിറമായിരിക്കും. അവരോടൊക്കെ അവരുടെ രതിവകൃതങ്ങൾ തീർക്കാനാവും അവർക്ക്. മയക്കുമരുന്ന് വിതരണവും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് അടുത്തിടെ നാം കാണുന്നത്. ഇതിലേതെങ്കിലും മതക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നുവെന്നോ ഏതെങ്കിലും മതക്കാർ കുറവ് ഉപയോഗിക്കുന്നുവെന്നോ ഒന്നുമില്ല. മയക്കുമരുന്നിൽ അഡിക്റ്റായ ഭർത്താവിൽ നിന്നും രക്ഷ കിട്ടാൻ ഭർത്തൃഗൃഹത്തിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന പെൺകുട്ടിയും ആ ഭർത്താവിനാൽ കൊല ചെയ്യപ്പെട്ട സങ്കടക്കാഴ്ച കണ്ട് നമ്മുടെ ഇമ ചിമ്മി തുറന്നിട്ടേയില്ല. നമ്മൾ ഓരോ ദിവസവും അത്രയും നടക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ പാപമായി എന്ന് തോന്നുന്ന ചില വിചിത്ര സത്യങ്ങൾ നമ്മുടെ കണ്ണുകളെയും കഥകളെയും അലോസരപ്പെടുത്തുകയാണ്. ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സ് മരവിച്ചു പോകുന്നതിലുള്ള ഒരു വോയിസ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് അയച്ചു തന്നത്. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ ഉടമയായിരുന്നു ആ വോയിസ് പുറത്തുവിട്ടത്. നമുക്ക് ആ സങ്കടം ഒന്ന് കേൾക്കാം. അല്ലേ, രക്ഷിതാക്കൾ ഇത് അറിയണം, തീർച്ചയായിട്ടും ഇത് അറിയണം. കാരണം രക്ഷിതാക്കൾക്ക് ഒരു ധാരണ, ഇത് അയൽവക്കത്തെ വീട്ടിലെ നടക്കുള്ളൂ, എന്റെ വീട്ടിൽ നടക്കില്ല, എന്റെ മോനാണ് ഈ നാട്ടിലെ ഏറ്റവും മികച്ച കുട്ടി എന്നുള്ളതാണ്. ഓരോ രക്ഷിതാക്കളും ഈ കൂട്ടുകെട്ട് നിരീക്ഷിക്കണം. അവര് രാത്രി നേരം വൈകി വരികയാണെങ്കിൽ അവരെവിടെ പോയി, എന്തിനു പോയി എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മക്കൾ അറിയാതെ തന്നെ അവരെ വാച്ച് ചെയ്ത് അവരുടെ പുറകെ നമ്മൾ നിൽക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് അവർ ആദ്യം നമ്മളോട് പറയണം, എങ്കിലേ നമുക്കിതിൽ രക്ഷയുണ്ടാവുള്ളൂ. അതായത് ഒരു പേഷ്യന്റ് ഞങ്ങളോട് അഡ്മിറ്റ് ആയപ്പോ അവന്റെ അമ്മ പറഞ്ഞതാണ്, അവര് കുളിക്കുന്ന വീഡിയോ ഇവൻ പകർത്തിയിട്ട് ഇവൻ അത് 3000 രൂപയ്ക്ക് വിറ്റു എന്നുള്ളത്. അത് കേട്ടപ്പോൾ സത്യത്തിൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയല്ലേ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവൻ ചികിത്സ തുടങ്ങുന്ന സമയത്ത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ ഒരു കൂശലും ഇല്ലാതെ പറഞ്ഞു, ശരിയാണ്, ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ 3000 രൂപ ചോദിച്ചപ്പോൾ വീട്ടുകാർ തന്നില്ല. അപ്പൊ ഞാൻ കിട്ടുന്ന വഴി നോക്കി. അങ്ങനെ അവര് കൂട്ടുകാരും പരസ്പരം അങ്ങനെ വെച്ച് മാറാണ്ടെന്ന് വളരെ ലാഘവത്തോടു കൂടി ആ കുട്ടി അത് പറഞ്ഞു വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, ഒരു 19 വയസ്സുകാരനായി ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പൊ രക്ഷിതാക്കൾക്ക് ഒരു ധാരണ ഉണ്ട്, എന്റെ മോൻ എന്നോട് ഇത് ചെയ്യില്ല എന്ന്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൻ, അച്ഛൻ, അമ്മ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നൊക്കെ കുട്ടികൾ മാറി പിന്നെ അമ്മ ഒരു സ്ത്രീയാണ്, മനസ്സിലായി, അവന്റെ പെങ്ങളും ഒരു സ്ത്രീയാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല്, ലഹരി ഉപയോഗിക്കുന്ന വീട്ടിലുള്ള രക്ഷിതാക്കള് ഒന്നല്ലെങ്കിൽ അവനെ ചികിത്സിക്കുക. അങ്ങനെ ചികിത്സിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ആ വീടിൽ നിന്ന് ഇറങ്ങി മാറി താമസിച്ചോളുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും നാളെ സംഭവിക്കാനുള്ള ചാൻസസ് ഒരു 80% ഉണ്ട്. അതായത് അതുപോലെയാണ് ഈ ഇമാതിരി പിള്ളേരെ സ്നേഹിക്കുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ, സാറേ ഞാൻ എന്റെ സ്നേഹം കൊടുത്ത് അവനെ മാറ്റിക്കോളാം എന്നുള്ളതാണ്. ആ സ്നേഹം കൊടുത്ത് മാറ്റൽ സിനിമയിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ്. ജീവിതത്തിൽ അതില്ല. ജീവിതത്തിൽ വേണമെങ്കിൽ കൃത്യമായ ചികിത്സ കൊടുക്കണം. ദയവ് ചെയ്ത് പെൺകുട്ടികളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഇങ്ങനെയുള്ള ആണുങ്ങളെയാണ് നിങ്ങൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം
ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന് കൃത്യമായ ചികിത്സ എടുത്തില്ല നാളെ ഇതിനേക്കാൾ വലിയ ഒരു വിപത്താ വരും. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അതിനോട്ട് അടിമപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്താവും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഉദാഹരണം ഞാൻ പറയാം. ഒരു അമ്മ ആ കൊച്ചിന് അവൻ ജനിച്ച് 28 ദിവസം പ്രായമുള്ളപ്പോ അവന്റെ അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അവർ വേറെ ഒരു കല്യാണത്തിനും പോകാതെ ഈ പൊന്നു മോനെ അവര് വളർത്തി അവനക്ക് ഒരു 19 വയസ്സൊക്കെ ആയപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മോശപ്പെട്ട സംഭവം അത്. ആ അമ്മ പൊട്ടിക്കരഞ്ഞിട്ടാ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ മോൻ ഞാൻ റൂമിൽ കിടക്കുമ്പോൾ ഞാൻ കട കടച്ച് കിടന്ന ഇവൻ വാതിൽ ചവിട്ടി പൊളിക്കും, ഞാൻ കുളിക്കുമ്പോൾ ബാത്റൂം തുറന്നു വരണം, ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റുമോ സാറേ എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം ബുദ്ധിമുട്ട്. ആ കുട്ടി 15ാമത്തെ വയസ്സ് മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ അമ്മയ്ക്ക് അത് അറിയാം. പക്ഷെ അമ്മ എന്ത് ചെയ്തു, നാട്ടുകാരറിയോ ഇവരറിയോ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ രഹസ്യമാക്കി വെച്ച് ഇത് മൊത്തം അറിയുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയതിനു ശേഷമാണ് അവർക്ക് ചികിത്സ കൊടുത്തത്. ചികിത്സ കഴിഞ്ഞു അവൻ നല്ല മിടുക്കനായിട്ട് ഇപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ സെന്ററിൽ ഒരു പയ്യൻ അഡ്മിറ്റായി. അവനെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടോ ഇവിടെ വാടോ പറഞ്ഞ് വിളിച്ചു. എന്നോട് ചോദിച്ചു താൻ ഇവിടെ താരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്ഥാപനത്തിന്റെ ആളമോനെ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പൊ തന്റെ അമ്മനെ കാണാനും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അല്ലെ, അവളെ ഞങ്ങൾ വിളിച്ചിട്ട് വാ. സ്വാഭാവികമായിട്ടും എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എന്റെ ഉമ്മാനെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എനിക്ക് എത്രത്തോളം ദേഷ്യം വരും. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഈ പറയുന്നത് അവന്റെ ലഹരിയുടെ ഉപയോഗം മൂലം ഉണ്ടാവുന്ന മാനസിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കാര്യമാണ്. അതിനെ നമ്മൾ അത് ഒരു പുഞ്ചിരിയോടുകൂടി തള്ളി. ഒരു മാസം കഴിഞ്ഞു അവൻ അസുഖത്തിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവറായി വന്നപ്പോ ഒരു ദിവസം ഞാൻ എന്റെ സെന്ററിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോ ആ പയ്യൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കാലിൽ വീണിട്ട് സാറേ ഞാൻ അങ്ങനെ മോശമായ കാര്യം പറഞ്ഞു ഇപ്പൊ എന്റെ ഉള്ള ആൾക്കാർ പറയുന്നു, ഞാൻ ഒരിക്കലും അങ്ങനത്തെ കുട്ടിയല്ല, ഞാനത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് അത്രമാത്രം ലജ്ജ തോന്നുന്നു എന്നോട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയാണ് അത്. ഇപ്പൊ നിങ്ങൾ ലഹരിയിൽ നിന്ന് മുക്തി തേടി, ഇതാണ് റിയൽ. മറ്റേത് എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ഭ്രാന്തമായ മനസ്സിനുടമയായിട്ട് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു മൈൻഡിൽ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ നിങ്ങൾ ഏതൊക്കെ ക്രൈം പോയി പെടുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ നിങ്ങൾ നടക്കുകയാണ്. അതല്ല വേണ്ടത്. നിങ്ങൾ സ്വന്തമായ മാനസികമായ ആരോഗ്യത്തോടെ ചിന്തിച്ച് ഉന്മേഷത്തോടെ ജീവിക്കൂ. അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ ഒരു അസുഖം ഈ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കുക തന്നെ വേണം. ആറ്റുനോറ്റുണ്ടായ മക്കൾ സ്വന്തം അമ്മമാരുടെ ശരീര സൗന്ദര്യവും നാണവും മാനവും എല്ലാം പകർത്തി വിൽക്കുന്നു പണം കണ്ടെത്താൻ, മയക്കുമരുന്ന് വാങ്ങാൻ, അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്താൻ. ഇത്രയധികം ലജ്ജ തോന്നിപ്പിക്കുന്നതും അതേസമയം സങ്കടപ്പെടുത്തുന്നതുമായ വാർത്ത വേറെ ഏതുണ്ട് കേൾക്കാൻ? അമ്മ എന്ന വാക്കിന് ആ മകൻ നൽകുന്ന വില എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ആ മകന്റെ ഭൂമിയിൽ പിന്നെന്താണ് ഒരു പവിത്രതയുള്ളത്? അമ്മയും അച്ഛനും ജനിപ്പിക്കാൻ മാത്രമുള്ള 2 ജൈവ മെഷീനുകളാണെന്ന് പഠിപ്പിക്കുന്ന ചില ഭൗതികവാദികളുണ്ട് നമുക്കിടയിൽ. അവരുടെ ക്ലാസ്സും ഈ മയക്കുമരുന്ന് പോലെ തന്നെ കൊടിയ വിഷമാണ്. നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടതാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് കച്ചവടം തകൃതിയായി നടക്കുന്നുവെന്ന്. പിടിക്കപ്പെട്ടവർ SFI ആണെന്നും KSU ആണെന്നും പുറത്ത് സംസാരം നടക്കുന്നു. ആരായാലും കോളേജിനുള്ളിൽ കിട്ടുന്നത് കഞ്ചാവ് തന്നെയാണ് എന്നതിൽ സംശയമില്ല. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിക്കൽ പറഞ്ഞത് പഞ്ചാബിനെ വെട്ടിമാറ്റി കേരളം മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറും എന്നാണ്. കേരള പോലീസ് നടത്തിയ സർവേയിൽ പറയുന്നത് കേരളത്തിലെ 472 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഏകദേശം 1377 മയക്കുമരുന്ന് ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടെന്നാണ്. അതായത് മയക്കുമരുന്നുകൾ ലഭിക്കാവുന്ന അല്ലെങ്കിൽ വിൽപ്പന നടക്കാവുന്ന കേന്ദ്രങ്ങൾ. ഇത്രയൊക്കെ മയക്കുമരുന്ന് സെന്ററുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും കാര്യമായ വേട്ടകളൊന്നും നടന്നതായി നാം കണ്ടിരുന്നില്ല. ഈ അടുത്തിടെ നിരവധി ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായപ്പോഴാണ് ഭരണകൂടവും പോലീസും ഉയർന്നതും നിരവധി കേസുകൾ പിടിക്കപ്പെട്ടതും. എന്നാൽ ഈ ചൂടൊന്നറിയാൽ വീണ്ടും സ്ഥിതി പഴയതുപോലെ തന്നെയാവും. വല്ലപ്പോഴും വലിയ വേട്ടകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ മരുന്നുകൾ ആർക്കു വേണ്ടി വരുന്നുവെന്ന് ആരും അറിയാറില്ല. ചെറിയ ചെറിയ കച്ചവടക്കാരെ പിടിക്കപ്പെടുമ്പോഴും ഇതെവിടെ നിന്ന് വരുന്നുവെന്നും ആരും അറിയാറില്ല. ഈ വലിയ കലങ്ങളിലെ ചല്ലങ്കളിയാണ് ഈ കച്ചവടത്തെ പരിപോഷിപ്പിക്കുന്നത്. ഈ മയക്കുമരുന്ന് കച്ചവടവും ഇത്ര തകൃതിയായി നടക്കാൻ ഏറ്റവും സഹായകമായി വർത്തിക്കുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഉദാസീനതയും ഉദ്യോഗസ്ഥ തലങ്ങളിലെ നിഷ്ക്രിയത്വവുമാണ്. നമ്മുടെ പോലീസും ഭരണകൂടവും വേണമെന്ന് വെച്ചാൽ 100% ഒരു 80% സിന്തറ്റിക് ഡ്രഗുകൾ ഇല്ലാതെയാക്കാനാകും. പക്ഷെ അവർക്കതിന് തോന്നുകയില്ല എന്ന് മാത്രം. എന്തുകൊണ്ടാണ് യുവതലമുറ മയക്കുമരുന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ
അതിന് പ്രധാന കാരണം തൊഴിലില്ലായ്മയാണ്. രണ്ട്, കൂടുതൽ ഭാരം ചുമക്കാതെ വലിയ ലാഭം കൊയ്യാം എന്നുള്ളതും. ഇതിനു പിന്നിൽ കൃത്രിമവും ആഡംബരവുമായ ജീവിത സുഖവും അവർ ആഗ്രഹിക്കുന്നു. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മരുന്നുകൾക്ക് വലിയ ലാഭം ലഭിക്കുമെന്നുള്ളത് കുത്തഴിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടുതൽ ആകർഷരാക്കുന്നു. ആർക്കും കരിയറായി പ്രവർത്തിക്കാം. മൊബൈൽ കവറിനകത്തും ടിഫിൻ കരിയറിലും സ്കൂൾ ബാഗിലും വാട്ടർ ബോട്ടിലും എല്ലാം കൊണ്ടുപോകാം. ആർക്കും സംശയം തോന്നുകയില്ല. ഉപഭോക്താവ് മദ്യത്തെക്കാൾ വേഗം അഡിക്റ്റ് ആകുമെന്നുള്ളത് കൊണ്ട് 1-2 ഡോസ് മരുന്ന് ഫ്രീ ആയി നൽകിയാൽ അടുത്ത തവണ അതേ വ്യക്തിയെ തന്നെ കരിയറായും ഉപയോഗിക്കാം. അഡിക്റ്റായ വ്യക്തി പിന്നീട് ആ മരുന്ന് സ്വന്തമാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും. അതോടെ അവർ തങ്ങളുടെ തൊഴിലിൽ കൂടുതൽ വ്യാപൃതരാവുകയും കൂടുതൽ ശക്തരാവുകയും ചെയ്യും. ഒരേ സമയം വിൽപ്പനക്കാരനും ഉപഭോക്താവുമാകുന്നവരെ ആളുകൾക്ക് പേടിയാണ്. അവരെ ആരും ചോദ്യം ചെയ്യാറില്ല. അത് അവരുടെ ഒരു പ്ലസ് പോയിന്റാണ്. പ്രത്യേകിച്ച് MDMA പോലെയുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുന്നവർക്ക് അവർക്കൊരു ആനയുടെ ശക്തിയുണ്ടെന്ന് അവർക്ക് സ്വയം തോന്നും. അതുകൊണ്ട് അവർ ഏത് രീതിയിലും പ്രതികരിക്കും. എന്തും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർ ഏറ്റവും വലിയ എടുത്തുചാട്ടക്കാരുമായിരിക്കും. പുതിയ കണക്കനുസരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ 40% 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതിൽ പെൺകുട്ടികളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതാണ്. പെൺകുട്ടികളിൽ നല്ലൊരു വിഭാഗത്തിനും എങ്ങനെയും ജീവിക്കാം എന്നൊരു ചിന്ത വളർന്നു വന്നിട്ടുണ്ട്. തങ്ങളുടെ ജീവിതം സ്വയം തീരുമാനിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ഒരു തോന്നൽ അവരിൽ വളർന്നു വന്നിട്ടുണ്ട്. ഒരു സ്വതന്ത്രബോധം അവരിൽ വളർന്നു വന്നിട്ടുണ്ട്. അതിൽ രക്ഷിതാക്കൾ പോലും അപ്രസക്തരാണെന്ന പുതിയ സ്വതന്ത്രവാദം ഇവരിൽ അധികമായി കാണാം. ഇത്തരം കുട്ടികൾ പലപ്പോഴും ഫാഷനും പ്രണയത്തിനും വേണ്ടി ഈ മരുന്നുകൾക്ക് അടിമകളാവാറുണ്ട്. മുമ്പൊക്കെ കോളേജ് തലങ്ങളിലായിരുന്നു അല്പമൊക്കെ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് സ്കൂൾ തലങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. 1-2 തവണ ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ അഡിക്റ്റ് ആകും എന്നുള്ളതുകൊണ്ട് പല ആൺകുട്ടികളും പെൺകുട്ടികളെ തങ്ങളുടെ ഇംഗിതത്തിന് വിധേയരാക്കുന്നതിന് വേണ്ടി അവരറിയാതെ തന്നെ ഈ മരുന്നുകൾ അവർക്ക് നൽകാറുണ്ട്. പലപ്പോഴും ചെറിയ സ്കൂളുകളിലെ പെൺകുട്ടികൾ പോലും ഈ മയക്കുമരുന്നിന്റെ കരിയറായി പ്രവർത്തിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് വളരെ സങ്കടകരം തന്നെയാണ്. ബേക്കറിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ബേക്കറിയിൽ വിൽക്കുന്ന TKKന്റെ കവറുകൾ കോളേജ് കുട്ടികൾ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. സിഗരറ്റോ വീഡിയോ കടയിൽ നിന്നും വാങ്ങി അതിൽ കഞ്ചാവ് തെറിച്ച് വയ്ക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാത്രേ TKKന്റെ കവർ ഉപയോഗിച്ച് കഞ്ചാവ് തിരക്കുന്നത്. നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അവരിലെ അമിത സ്വതന്ത്രബോധം എടുത്തു കളയാൻ ശ്രമിക്കുക. രക്ഷിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ സംശയാസ്പദമായ രൂപത്തിൽ പെരുമാറുന്ന കുട്ടികളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അധ്യാപകർക്കും നൽകുക. മുമ്പൊക്കെ കുട്ടികൾ എത്ര വലിയവരായാലും സന്ധ്യയ്ക്ക് മുമ്പേ സ്വന്തം വീട്ടിലെത്തണമെന്ന് രക്ഷിതാക്കൾ നിഷ്കർഷിച്ചിരുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും വീട്ടിലെത്തുമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ചോദ്യം ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ നല്ലൊരു അച്ചടക്കം വീടുകളിൽ നിലനിന്നിരുന്നു എന്ന് സാരം. ഇന്ന് ഇല്ലാതെ പോയതും അതുതന്നെയാണ്. സന്ധ്യയ്ക്ക് കൂടെ എണ്ണേണ്ട കുട്ടികൾ ഇന്ന് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് സന്ധ്യ കഴിഞ്ഞാണ്. തിരിച്ചെത്തുന്നത് 11-12 മണിയാകുമ്പോൾ. എന്നാലും രക്ഷിതാക്കൾ അവരെ ചോദ്യം ചെയ്യുകയില്ല. കുട്ടികളെ അച്ഛനമ്മമാർ ഭയപ്പെടുന്ന കാലമായിരിക്കുന്നു ഇപ്പോൾ. അരുതാത്തത് കണ്ടാൽ അത് ചോദ്യം ചെയ്താൽ മക്കൾ വല്ല അവിവേകം ചെയ്യുമോ എന്ന ഭയം, അതല്ലെങ്കിൽ മക്കൾ തങ്ങളുടെ ശത്രുക്കളായി മാറുമോ എന്ന ആവലാതി. പുതിയ തലമുറയിലെ കുട്ടികൾ പലപ്പോഴും കൂട്ടുകാരായി തിരഞ്ഞെടുക്കുന്നത് തങ്ങളെക്കാൾ പ്രായക്കൂടുതലുള്ളവരെയോ അല്ലെങ്കിൽ ചെറിയവരെയാണ്. സമപ്രായക്കാരുമായുള്ള കൂട്ടുകെട്ട് വളരെ കുറവാണ്. ഇങ്ങനെ കൂട്ടുകൂടുന്ന കൂട്ടുകാർ തമ്മിൽ ഒരുമിച്ച് കൂടുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത പുതിയ സങ്കേതങ്ങളിലായിരിക്കും. വിജനമായ സ്ഥലങ്ങളിൽ കൂടാരങ്ങൾ കെട്ടി അതിനകത്ത് കമ്പനി കൂടുക. ഒഴിഞ്ഞ കായൽത്തീരങ്ങളോ നദിക്കരകളോ തങ്ങളുടെ സൗകര്യസലാപങ്ങൾക്കായി തിരഞ്ഞെടുത്ത് മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കുക. ഒന്നുമല്ലെങ്കിൽ തകർന്ന കെട്ടിടങ്ങളും അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളും തങ്ങളുടെ ഒത്തുചേരലിന് വേദിയാക്കുക, താവളമാക്കുക. ഇത്തരം സങ്കേതങ്ങളിൽ ചേക്കേറാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിൽ നല്ലൊരു പങ്കും ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമകളായിരിക്കും. അല്ലെങ്കിൽ അവർ സമീപഭാവിയിൽ ആയിത്തീരുമെന്നുള്ളതിൽ സംശയമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കരാണ് ഇന്നത്തെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ കിട്ടുന്ന പുതിയ ലഹരികളുടെ ലഭ്യതയും ഉപയോഗവും കുട്ടികളിൽ പെട്ടെന്ന് സ്വാധീനം ചെലുത്തുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ഡ്രഗുകൾ കൃത്രിമമായി ഉണ്ടാക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് കഴിവുണ്ട്. ഒരു മരുന്ന് കിട്ടാതാവുമ്പോൾ സ്വന്തമായി മരുന്നുകൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പുതിയ തലമുറകളുടെ വഴിതെറ്റലുകൾക്ക് ആക്കം കൂട്ടുന്നവയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം മയക്കുമരുന്ന് ഒഴുകുമ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന പോലീസ് സംവിധാനവും അവരെ നിയന്ത്രിക്കുന്ന ഭരണകൂടവും തികഞ്ഞ ശാപമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്ന വഴിക്ക് പിന്നിൽ നമ്മുടെ മനസ്സുണ്ടാവണം. നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും വഴി തെറ്റിപ്പോകുമ്പോൾ അവരെ നേർവഴിയിലേക്ക് തിരിച്ചു വിളിക്കണം. പണ്ടൊക്കെ ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ കൂട്ടം കൂടുന്ന കളിവട്ടങ്ങൾ നാം കാണാറുണ്ട്. അത് വെറും കളിതമാശകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. എന്നാൽ ഇന്ന് അങ്ങനെ കാണുന്ന കളിവട്ടങ്ങളിൽ നല്ലൊരു പങ്കും മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും മയക്കുമരുന്ന് ഉപഭോക്താക്കളുടെയും കേന്ദ്രങ്ങളാണ്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ തലകുനിച്ചു പോകാറുണ്ട് പതിവ്. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന ചിന്തയിൽ. എന്നാൽ അത് തീർത്തും തെറ്റാണ്. ഇന്ന് നാം ഗൗനിക്കാതെ പോകുന്ന ഭൂതം നാളെ നമ്മുടെ വീട്ടുപടിക്കലും എത്തും, നമ്മുടെ മക്കളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലൂടെ. അതുകൊണ്ട് ഓരോ പ്രദേശത്തെ ജനങ്ങൾക്കും ഇത്തരം മുക്കൂട്ടുകേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കാനാകും. ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രം. അവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും പ്രസക്തിയില്ലെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുകയും വേണം. പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു വാക്ക്: നിങ്ങൾ ഏത് പ്രായത്തിലായാലും മാതാപിതാക്കൾക്ക് നിങ്ങൾ കുട്ടികളാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾ വലുതാകുമ്പോൾ അവർക്ക് മാതാപിതാക്കളുടെ സ്ഥാനം നിങ്ങൾ നൽകാറുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടി സ്വന്തം സന്തോഷങ്ങളെ മാറ്റി നിർത്തുന്നവരാണ് മാതാപിതാക്കൾ. സ്വന്തം സന്തോഷങ്ങളെ വേണ്ടെന്ന് വെക്കുന്നവരാണ് മാതാപിതാക്കൾ. നിങ്ങളുടെ വയറ് നിറഞ്ഞു കാണുന്നതിന് വേണ്ടി സ്വന്തം വിശപ്പിനെ മറന്നു പോകുന്നവരാണ് മാതാപിതാക്കൾ. അവരെ നിങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ഉയർച്ച കണ്ട്, നിങ്ങളുടെ വളർച്ച കണ്ട് കണ്ണടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറിയ മാതാപിതാക്കൾ. നിങ്ങൾക്ക് മുമ്പിൽ പാറിപ്പറക്കുന്ന പല ജീവിതങ്ങളും കണ്ടായിരിക്കാം ഈ വഴികളിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വഴികളിലെ യാത്രകൾ പലപ്പോഴും ക്ഷണഭംഗുരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും നമ്മുടെ സന്തോഷമുള്ള ജീവിതം പുറം ലോകത്തെ മോടിയിലും ആർഭാടത്തിലുമല്ല, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമുക്ക് പ്രിയപ്പെട്ടവരോടൊത്ത് ചിരിച്ചും കളിച്ചും സന്തോഷം പങ്കുവെച്ചും സങ്കടം വരുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ മടിയിൽ മുഖം പൂറ്റി പതിയൊന്ന് തേങ്ങിയും തീർക്കേണ്ടതാണ്. അത്രയും ചെറിയ ലോകം മതി ശരിക്കും നമുക്ക്. ബാക്കിയെല്ലാം മഴവില്ല് പോലെയാണ്.